ആകാശക്കൊട്ടായിട്ട് തീരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഇലക്ഷൻ തുടക്കം തൊട്ട് ഫ്ലെക്സ്, ബാനർ, പോസ്റ്റർ എല്ലാം ഒഴിവാക്കിയത് ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അത് പൊതുസമൂഹം അംഗീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കല്ലോ? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇച്ചിരി പ്രചരണം കുറഞ്ഞാലും, എന്റെ വോട്ട് അല്പം കുറഞ്ഞാലും, ഞാനിങ്ങനെ പറയുന്നത്, എന്റെ പ്രചരണം അല്പം കുറഞ്ഞാലും വോട്ട് അല്പം കുറഞ്ഞാലും അത് സാരമില്ല. പക്ഷെ ജനങ്ങളുടെ ഒരാളുടെയെങ്കിലും വീട് വെക്കാൻ സാധിച്ചാൽ അതിൽ പലൊരു നേട്ടം നമുക്കില്ല. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു DJ നടന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പിതാവിനോടൊപ്പം. അന്നും ഞാൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഞാൻ ഇവിടെ MLA ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം. നമുക്ക് നാളെ കുട്ടിക്കലാശമില്ല. ഇതാണ് നമ്മുടെ കുട്ടിക്കലാശം. നിങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തുകൊള്ളുക. നമ്മുടെ ജനങ്ങൾ നമ്മളോടൊപ്പമാണ്, ഈ നാടിന്റെ വികസനത്തോടൊപ്പമാണ്. മെയ് 4-ന് കോൺഗ്രസിന്റെ UDF-ന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ജുലിജി, അദ്ദേഹത്തെ ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം നമ്മുടെ രാജസ്ഥാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി, പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ജനങ്ങളുടെ നേതാവാണ്. അദ്ദേഹം ജനങ്ങളെല്ലാവർക്കും അദ്ദേഹം കഴിഞ്ഞ 5 മണിക്കൂറായി, 1-2 മണിക്കൂറിൽ അദ്ദേഹത്തിന് നടുവിന് പ്രശ്നം ഉണ്ടായിട്ട് പോലും 5 മണിക്കൂർ ഞങ്ങൾ പലരും പറഞ്ഞു ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനാണത്. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം, ചില CJP-ക്കാര് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കാത്ത സ്വപ്നവുമായി നിങ്ങൾ. ഇതേപോലെ വിക്രം ജൂരി അവരെ പോലുള്ള നേതാക്കൾ ഈ രാജ്യത്തുണ്ട്, രാജസ്ഥാനിലുണ്ട്, കർണാടകത്തിലുണ്ട്. ഇന്ന് തെലങ്കാനയിലെ മന്ത്രി പ്രിയപ്പെട്ട അസറുദ്ദീൻ വന്നു. നമുക്ക് മുഴുവൻ വാഗ്ദാനം നൽകിയിട്ടാ പോകുന്നത്. എന്താണെന്നറിയാവോ? ഈ നാടിന്റെ വികസനത്തിന് എന്നോടൊപ്പം നിൽക്കും, എപ്പോ വിളിച്ചാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി വരാൻ പോവുക. അദ്ദേഹം പുതുപ്പള്ളിയുടെ വികസനത്തിനോട് ചേർന്ന് നിൽക്കും. ഇവിടെ നമുക്ക് ഒരു സ്വപ്നമുണ്ട്, IT ഹബ്ബാക്കാൻ. പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ ഇങ്ങോട്ട് വരുന്നത്, IT ഹബ്ബാക്കാൻ, സ്പോർട്സിന്റെ ഹബ്ബാക്കാൻ, അതുപോലെ തന്നെ കൃഷിയുടെ ഹബ്ബാക്കാൻ. രാമലക്ഷ്മണ വെള്ളിമല ക്ഷേത്രം അതിനെ അടിസ്ഥാനമാക്കിയും മണർകാട് അമ്പലം, മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളി, പാമ്പാട് ദേറ ഒക്കെ ചേർത്തുകൊണ്ടൊരു സർക്യൂട്ട് പോലെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ സ്പിരിച്വൽസ് ഹബ്ബാക്കി നമ്മുടെ നാടിനെ മാറ്റുവാൻ സ്വപ്നങ്ങളുണ്ട്. അവര് പക്ഷേ ഒരു തടസ്സമേ ഉള്ളൂ, കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ. ആ സർക്കാരിനെ ഇവിടുത്തെ ജനങ്ങൾ അറബിക്കടലിൽ തൂക്കിയെറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ആ മാറ്റത്തിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി ഇതുപോലെ അപമാനിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു സ്ക്വയർ, मेरे प्रिय भाई साहब, मेरे पिताजी के नाम पे पुदुपल्ली पंचायत ने डिसाइड किया स्क्वायर नामकरण करना है. उसके लिए भारत के वाइस प्रेसिडेंट भी आना चाहता था. भारत का वाइस प्रेसिडेंट, इंडिया वाइस प्रेसिडेंट വരണമെന്ന് ആഗ്രഹിച്ചു. തടസ്സമാരാന്നറിയാമോ? പിണറായി വിജയൻ സർക്കാർ. जब मैं उनको लेके आना चाहता था और वाइस प्रेसिडेंट भी आना चाहता था. वाइस प्रेसिडेंट ചിലപ്പോൾ രാഷ്ട്രീയം കണ്ടേക്കാം. ഇതിനു മുമ്പ് അദ്ദേഹം ഗവർണർ ആവുന്നതിന് മുമ്പ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നതിന് രാഷ്ട്രീയം കണ്ടേക്കാം. പക്ഷെ നമുക്ക് പ്രശ്നമല്ല. ഇന്ന് ഇന്ത്യയുടെ പൊതുസ്വത്ത. ഇന്ത്യസ് വൈസ് പ്രസിഡന്റ് ഈസ്, ഇഫ് ഹി വാണ്ട്സ് ടു കം, ഗവൺമെന്റ് ഓഫ് കേരള ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഹിം. ഗവൺമെന്റ് ഓഫ് കേരള സ്റ്റോപ്ഡ് ഹിം ഫ്രം അറ്റൻഡിംഗ് ദ ഫംഗ്ഷൻ. പക്ഷേ പേരിട്ടിട്ടില്ല, ഇടാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? UDF-ന്റെ മുഖ്യമന്ത്രി വരും. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദരിച്ചുകൊണ്ട് അവിടെ ആ സ്ക്വയറിന് നാമകരണം നടത്തും. अगर इधर का लोग चाहता है, कौन रोक सकता है? कोई नहीं रोक सकता. इस जनता के लिए उन्होंने दिया. सिर्फ एक रोड का नाम देने में ये लोग तैयार नहीं है. എന്നിട്ട് പറയുന്നു ഉമ്മൻചാണ്ടിയെ പറ്റി വലിയ വാക്കുകൾ പറയുന്നു. ഉമ്മൻചാണ്ടിയെ അവമാനിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഒരു വികസനവും ഇവിടെ നടത്താത്ത നമ്മൾ റോഡുകൾ തകർത്തതിനു ശേഷം ഫണ്ട് കൊടുത്താലും അവർ വരത്തില്ല. അങ്ങനെ ഇവിടുത്തെ വികസനത്തെ തകർത്തു. 50 വീടുകൾ നമ്മൾ ചെയ്തു. നമ്മുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ 2 വീട് മാത്രമേ ചെയ്തുള്ളൂ. മണർകാട് പറയണം, പുതുപ്പള്ളി പറയണം, പാമ്പാടി പറയണം, വീരണം പറയണം, കൂറോപ്പട പറയണം, അയർക്കുന്നം പറയണം. ഇവിടെ എല്ലാവരും ഉള്ളവരുണ്ടല്ലോ. എത്ര വീടുകൾ നിങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്? 5 വീട് വെച്ച് എല്ലാ മണ്ഡലത്തിലും കൊടുത്തിട്ടുണ്ട്. അതാണ്
നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വീടുകൾ വെക്കുവാൻ 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഒക്കെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. നിങ്ങളോടൊപ്പം ഞാൻ എന്നും കാണും. ഒരു വാക്ക് മകനായി സഹോദരനായി കാണുന്ന ഒരു വാക്ക് തന്നു. ആ വാക്ക് 2.5 വർഷം കൊണ്ട് പാലിച്ചിരുന്നു. ഇനിയും ഞാൻ ഉറപ്പു തരുന്നു, ഞാൻ നിങ്ങളോടൊപ്പം കാണും. ഈ നാടിന്റെ വികസനത്തിന്, ഇവിടുത്തെ മാറ്റത്തിന്, പുരോഗതിക്ക്, മുന്നോട്ടുള്ള കുതിപ്പിന്. നമ്മുടെ നാട്ടിൽ ഇനിയും സ്വപ്നങ്ങളുണ്ട്. ആർക്കൊന്നും ബൈപ്പാസ്, പാറക്കടവ് പാലം, കമ്പനിക്കടവ് പാലം, നമ്മുടെ തലപ്പാടിയിലെ ഹോസ്പിറ്റല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചത്. പക്ഷെ അനക്കുന്നില്ല. നമുക്ക് അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. നമ്മുടെ പുതുപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ അല്ല, അവിടെ റവന്യൂ ടവർ വേണം. പാമ്പാടിയിൽ സിവിൽ സ്റ്റേഷൻ വേണം. ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ട പോലെ ഈ സർക്കാർ സ്വപ്നം കണ്ടതല്ല. ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ വികസന കുതിപ്പിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ സ്വപ്നമാണ് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഇന്ന് അസറുദ്ദീൻ തന്ന വാക്കും അദ്ദേഹത്തിനോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഇവിടെ നമുക്കൊരു സ്പോർട്സ് ഹബ്ബാക്കി അന്താരാഷ്ട്ര സ്റ്റേഡിയം നമുക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയധികം സമയം എടുക്കുന്നില്ല. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തിച്ച് നൽകി വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം ചെയ്യും. ഒരു വാക്ക് പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ